Hi friends, reshzideasന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടയും അവലും വെച്ചിട്ടൊരു ഹെൽത്തി റെസിപ്പിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതിനെ അവർ പോഹ എന്ന് പറയും, എഗ് പോഹ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഡിന്നർ ആയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കീപ് വാച്ചിങ്, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി പോഹ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളൂ. നമ്മുടെ ഓയിൽ ചൂടായപ്പോഴത്തേക്ക് ഞാൻ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയ ജീരകമാണ്, പെരും ജീരകമല്ല. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ജീരകം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സവാള ചെറിയൊരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സവാള ലൈറ്റ് ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് വെന്ത് വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം നമ്മുടെ ക്യാരറ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ടൊമാറ്റോയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ടൊമാറ്റോയും വഴറ്റി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം എപ്പോഴും സിമ്മിലിടുക. സിമ്മിലിട്ടിട്ട് വേണം അടച്ചു വെച്ച് വേവിക്കേണ്ടത്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തുറക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുട്ട ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഈ ടൈമിൽ ഞാൻ ഇതിലോട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്യുവാണ്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ മുട്ട ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് മസാലാസ് ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് മസാലാസ് എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അവൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ബ്രൗൺ റൈസിൻ്റെ അവലാണ്, മട്ട റൈസ് എന്നൊക്കെ പറയില്ലേ, ആ അവലാണ്. ഇത് ഞാൻ അവലൊന്ന് വാഷ് ചെയ്തിട്ട് ഈ സ്ട്രെയിനറിൽ വെച്ചിട്ട് അത് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ അവൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നാരങ്ങാ നീരാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ചെറിയൊരു പുളിയും കൂടെ വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പോഹ റെഡി ആവുന്നതായിരിക്കും. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പോഹ റെഡി ആയിട്ടുണ്ട്. ഇതിൽ മുട്ടയും വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അവലാണെങ്കിലും ബ്രൗൺ റൈസിൻ്റെയാണ്, അതുകൊണ്ട് ഹെൽത്തിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചും ഡിന്നറായിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കഴിക്കുന്ന പോർഷനാണ്. ലഞ്ചിനും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കുന്ന അത്ര ക്വാണ്ടിറ്റി നമ്മൾ ഡിന്നറിന് കഴിക്കാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കഴിക്കുക. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുവരെ ടേക്ക് കെയർ. ബൈ.